എന്തുമ്മ കണ്ടല്ലേ? അതെ, കഴിഞ്ഞ ആഴ്ചയിൽ അസോസിയേഷന്റെ മീറ്റിങ്ങിന് ഞാൻ പോയില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ആയിരുന്നല്ലോ മെമ്പർഷിപ്പ് പുതുക്കേണ്ട പൈസ അടിക്കണ്ട. അതിന് അപ്പൊ ഈ ആഴ്ച കൊണ്ടുപോകണം. അതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കാന്ന് വിചാരിച്ച് പൈസ ഇല്ല. ആ പേഴ്സിനകത്ത് പൈസ അമ്മയ്ക്ക് അറിയൂടെ? ആ പേഴ്സിനകത്ത് പൈസ വയ്ക്കൂലെന്ന്. പിന്നെ എവിടെ വയ്ക്കും? അച്ഛനെ മറ്റൊരു ബ്ലാക്ക് വലിയ ബാഗില്ലേ, അതിനകത്താണ് പൈസ വയ്ക്കാം. ഈ ബാഗ്? ഈ ബാഗ് ഇതിനകത്താണ് പിശിക്ക് പിശിക്ക് കാശ് മൊത്തം വെക്കണം. ആണല്ലേ? അത് നിനക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ അമ്മയ്ക്ക് അപ്പം തിന്നാ പോരെ, കുഴിയാണോ? അപ്പം അങ്ങോട്ട് അതിനകത്ത് തപ്പിക്കോളാം. അല്ല മണിക്കുട്ടി, പുൽനറ വീട്ടിലെ മണിക്കുട്ടിക്ക് മോഷണമൊക്കെ മോശമല്ലേ മണി? അതിനിത് മോഷണമല്ലല്ലോ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഭാര്യമാർക്ക് അവകാശപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നീ കല്യാണം കഴിക്കണം. ഇതാണ് ഞാൻ പറയണേ, എന്നെ കല്യാണം കഴിപ്പിച്ചു വിടൂ, കല്യാണം കഴിപ്പിച്ചു വിടൂ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞേ? നാളെ തന്നെ കെട്ടിച്ചുവിടാം. എവിടെ പൈസ? ആ ദണ്ട കിട്ടി. പിടി 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 പിടി. അമ്മേരാണോ? ഓടി, എന്റെ മാല എന്റെ കഴുത്തിലുണ്ട്. പിന്നെ ഇതാരുടെ അമ്മ? അച്ഛന്റെ വേറെ കല്യാണം വല്ല കഴിക്കാൻ പോവാണോ? ഒരു സാധു പറഞ്ഞതേ ഉള്ളൂ. എന്നാലും നോക്കുമ്പോ അങ്ങനെ വല്ലതും ആണ് അങ്ങനെ മനസ്സിലിരിപ്പെങ്കിലേ എന്റെ ശവത്തെ ചവിട്ടിക്കൊണ്ടേ നടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എളുപ്പമായില്ലേ അമ്മ? എന്ത്? അമ്മ ചത്ത ശവമായി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അച്ഛന് വേറെ കല്യാണം കഴിച്ചൂടെ? ഞാൻ ചാവുവാണെങ്കിലേ ഞാൻ അങ്ങേരെ കൊണ്ടേ പോവുള്ളൂ. കൊള്ളാം. എന്നാലിത് ഏത് അവക്ക് കെട്ടാൻ വേണ്ടെങ്കിലും വാങ്ങിച്ചു നടക്കണത്? എനിക്ക് അറിഞ്ഞൂടാ അമ്മ. അച്ഛനടുത്ത് തന്നെ ചോദിക്കണം. എന്നാലും അച്ഛൻ ഇങ്ങനെ കാണിച്ചല്ലോ. എന്റെ അച്ഛനടുത്തേ ചോദിക്കണം. ചോദിച്ചിട്ട് തന്നെ വേറെ കാര്യം. എനിക്കറിയണം ഇത് അങ്ങനെ ആർക്ക് വേണ്ടി വാങ്ങിച്ചെന്ന്. എവിടെ നിന്റെ അച്ഛൻ? എനിക്കറിഞ്ഞൂടാ. അവിടെ എവിടെ കാണുമ്പോ ചോദിച്ചു ഇവിടുന്ന് പോ. അമ്മ എന്തോന്ന് കഷ്ടം, എത്ര നോക്കിട്ട് ശരിയാവുന്നില്ല. അച്ഛോ, എന്താണ് ഒറ്റയ്ക്ക് വെറുക്കണ? അച്ഛൻ ജോലി ചെയ്യല്ലേ? അതെ, അകത്താണെങ്കിൽ ഭയങ്കര ചൂട്. അവിടെ ഇരുന്ന തല പൊട്ടിത്തെറിക്കും. ഇവിടെ ആകുമ്പോ പ്രകൃതിയിൽ നിന്ന് കാറ്റ് കിട്ടൂല്ലേ? ഓഹോ, ശരിയാവുന്നില്ലത്. അച്ഛാ അച്ഛാ എന്തോന്ന് ഒച്ച ചെയ്ത്? അച്ഛൻ ഒരു പണി ചെയ്യുന്ന കണ്ടില്ലേ? അച്ഛാ അച്ഛാ ഈ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ശമ്പളം തരാന്ന് ബാങ്കുകാർ പറഞ്ഞോ? ഈ ശമ്പളം പ്രതീക്ഷിച്ച് മാത്രമാണോ ജോലി ചെയ്യേണ്ടത്? ഒരു ജോലി ചെയ്യുമ്പോ അതിന് ആത്മാർത്ഥത കാണിക്കണം. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്റെ അമ്മ എന്നെ അങ്ങനെയാ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാലേ ഈ ആത്മാർത്ഥത മാറ്റി വെച്ചേരാ. റിങ്കി തരൂല മോളെ, അച്ഛന് ഒത്തിരി പണിയുണ്ട്. അതെ അച്ഛാ, അച്ഛൻ ബാങ്കിൽ പോയിട്ട് എത്ര ലേറ്റ് ആയിട്ടാണ് തിരിച്ചു വരണേന്ന് അച്ഛൻ അറിയാലോ. കുറച്ച് സമയമാണ് ഞങ്ങൾക്ക് അച്ഛനെ കിട്ടണം. അപ്പോഴും അച്ഛൻ ഈ ഫയലൊക്കെ വെച്ചോണ്ടിരുന്നേ എങ്ങനെ ശരിയാവും? അത് മക്കളെ, അച്ഛന്റെ കൂടെ ജോലിയാണ് സുമയില്ലേ? സുമ ഒരാഴ്ച ലീവാണ്. അപ്പൊ ആ പണിയും കൂടെ അച്ഛൻ ചെയ്യാണ്. ജോലി ഭാരം കൂടുതലാണ് മോളെ, അതുകൊണ്ടല്ലേ. എന്തോ വെച്ചാ എന്നാലും കുറച്ചു നേരം നമ്മൾ സ്പെൻഡ് ചെയ്യണ്ടേ? ഭയങ്കര തിരക്കിട്ട പണിയല്ലേ ഇപ്പൊ ബാങ്കില്, അതുകൊണ്ടല്ലേ. മക്കളെ, അച്ഛൻ അല്ലെങ്കിലും സുമാനിക്ക് വേണ്ടിട്ട് ജോലി ചെയ്യുന്നതാണല്ലോ ഇഷ്ടം. നടക്കട്ടെ, ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. സഹായിക്കല് ഓഫീസില്. അതെ. എന്തോന്ന് പണി ഇത്? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ലീവ് എടുക്കുമ്പോൾ നമ്മൾ സഹായിക്കണ്ടേ? എനിക്കെല്ലാം മനസ്സിലാവും. എന്തോന്ന്? ഞാൻ പൊട്ടിയൊന്നും അല്ലല്ലോ. കല്യാണമൊക്കെ ആവുമ്പോ ഒരാഴ്ചത്തെ ലീവൊക്കെ എടുക്കേണ്ടി വരുമല്ലോ. ലീവായിട്ടാ ലീവ്? നീ പോയേ ആ മരുന്ന് കഴിച്ചിട്ടോ? മരുന്ന് എന്തിന്? ഭ്രാന്തിന്. ചുമ്മാ ഓരോന്ന് പറയുന്നത് വള വള വളാന്ന്. വളവളാന്ന് പറയുന്നില്ല, മാല എന്ന് പറയാലോ. ഇത് ആർക്ക് വേണ്ടി വാങ്ങിച്ചതാ ഈ മാല? ഇതെവിടെ നിന്റെ? ഇതെവിടെ നിന്റെ? ബാഗിനകത്തുനിന്ന് അച്ഛന്റെ. എന്റെ വേറൊരു കാര്യം പറഞ്ഞു. അതിന്റെ അകത്ത് ഓഫീസിൽ ഒത്തിരി ഡോക്യുമെന്റ്സ് ഒക്കെ ഇരിക്കണാണ്. ഓഫീസിലെ ഡോക്യുമെന്റ്സ് മാത്രമല്ല, നിങ്ങളുടെ സകല കള്ളത്തിന് ആ ബാഗിനകത്താന്ന് എനിക്ക് മനസ്സിലായി. ആർക്ക് വേണ്ടി വാങ്ങിച്ചത്? താലിമാല. കൊള്ളാച്ചാ. ആവശ്യമില്ലാത്ത കാര്യം പറയല്ലോ കേട്ടോ. അച്ഛന്റെ ആവശ്യം മനസ്സിലായച്ചാ? എന്തോന്ന്? അല്ല, ഈ ഒരു മാല എത്തിയെന്നാണ് എന്നോടുള്ള വിശ്വാസം. രവിയേട്ട ഇത് ആർക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു ജയിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. നീ മിണ്ടായിരിക്കണ്ട. രവിയേട്ട പറ, സത്യം പറ, ഇത് ആർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്? എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു മാല വാങ്ങിച്ച് ആർക്കെങ്കിലും കൊണ്ടിട്ടോട്. ഇവിടെ ആരും എതിരില്ല. എനിക്കത് മനസ്സിലായി. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അതാണെന്ന് മനസ്സിലായി. എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. നിങ്ങൾ കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ ഒഴിഞ്ഞു പൊക്കോളാം. പോരെ? എനിക്കറിയാം. അച്ഛനെ നീ തൊട്ട് പ്രതീക്ഷയില്ല അച്ഛാ.
നീയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും കാണിക്കണ്ടോ? ഓ എന്നെ ഇനി പറയണ എന്തിന്? അച്ഛന്മാര് വഴിതെറ്റി പോകുമ്പോ മക്കൾ വേണം നേരെ വഴി നടത്താൻ. വഴിതെറ്റി പോണോ? ആ പിന്നെ അല്ലാതെ കേറി പോച്ചെ, വഴിതെറ്റി പോണു. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അച്ഛാ ഭ്രാന്ത് പിടിച്ചിട്ട് ഒരാൾ അകത്തേറി പോയിട്ടുണ്ട്. അച്ഛാ ആദ്യം അമ്മയെ തണുപ്പിക്കാൻ നോക്ക്, അല്ലെങ്കിൽ അച്ഛന്റെ ജീവിതം കോഞ്ഞാട്ടെ. കോഞ്ഞാട്ടെ എന്തോന്ന് വെച്ചാ പറയണത്? മണി എല്ലാം ഇളക്കി വിടുന്നത്. ഇങ്ങോട്ടാ പോച്ചാ. മണി മണി മണിക്കുട്ടി, എടി എന്തോന്ന് നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? ഛേ, ഞാനാണെങ്കിൽ ബാങ്കിലെ ജോലി കാര്യം തല പോകഞ്ഞാ ഇങ്ങോട്ട് വന്നേ. ചെല്ലു മണി, നീ ഒരു ചായ ഇട്. ഇനി പുതിയ ആള് വന്ന് ചായ കിട്ടുമല്ലോ, ആ ചായ കുടിച്ചാ മതി. അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. എടി നീ എന്തോന്ന് ഇത്? ബാങ്കിലെ ജോലി കാര്യം ഭ്രാന്ത് പിടിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ വരുമ്പോ അല്പം മനസ്സമാനം കിട്ടുമെന്ന് വിചാരിച്ചു. ഇവിടെ വരുമ്പോഴോ ബലൂൺ പോലെ മോന്തം പെരുപ്പിച്ച് നിൽക്കും. ബലൂൺ പോലെയല്ലേ? കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത്? എന്റെ മുഖം കാണാൻ ഹേമമാലിയുടെ മുഖം പോലെയാണ്. ഇപ്പൊ ബലൂൺ പോലെ വീർത്ത മുഖമല്ലേ? ഇതാ പ്രശ്നം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നെഗറ്റീവ് പറയും. അതാ നീ. ഓ, ഭയങ്കര പോസിറ്റീവ് മാത്രം പറയണ ഒരു മനുഷ്യൻ. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നിങ്ങൾ എന്റെ കൂടെ ആ കൂടെ എത്ര നേരമാണ് സ്പെൻഡ് ചെയ്യുന്നത്? പോട്ടെ, മക്കളെ നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് പുറത്തു പോയിട്ട് എത്ര കാലമായി? കഴിഞ്ഞ ആഴ്ച പോയി. അതെ, കഴിഞ്ഞ ആഴ്ച കരഞ്ഞ് കാല് പിടിച്ചപ്പോ എന്നെ മാത്രം സിനിമയ്ക്ക് കൊണ്ട്, എന്നിട്ട് മക്കളൊന്നും കൊണ്ടുപോയി അതില്ല. അടുക്കളയിൽ 24 മണിക്കൂർ കിടന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ ആ ഭക്ഷണത്തിന് കുറ്റം, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം. 24 മണിക്കൂർ കുറ്റം കേട്ട് എനിക്ക് മടുത്ത്. മണി, ഇനി ഞാൻ ഒരു കുറ്റവും പറഞ്ഞില്ല. നീ എന്തുണ്ടാക്കിയാലും നല്ലതെന്നേ പറയും. നീ എലിവേഷം കലക്കി തന്നാലും നല്ലതെന്ന് പറയാം പോരെ? നിങ്ങളുടെ നിലവാരമില്ലാത്ത കോമഡിക്ക് ചിരിക്കണ മണിക്കൂടിയൊക്കെ പണ്ട്. ഞാൻ അവസാനമായിട്ട് ചോദിക്കണം, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മാല നിങ്ങൾ വാങ്ങിച്ചത്? എനിക്ക് പറയാൻ സൗകര്യമില്ല. ഇനി മാലയെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോലും. എടി ആദ്യം ഒരു ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവിനോടുള്ള വിശ്വാസമാണ്. മനസ്സിലായ? അല്ലെങ്കിൽ എന്റെ വായ മൂടിക്കേട്ടാ നിങ്ങൾക്ക് നല്ല സൗകര്യമാണല്ലോ. എന്തായാലും ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കോടതിയിലേക്ക് വന്നാൽ മതി. അവിടെ എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾ എണ്ണി എണ്ണി പറയേണ്ടി വരും. കോടതിയാ? എന്തോ? എന്നാ നീ കോടതി ചെല്ല്. നീ പോ. ഞാനും എന്റെ മക്കളോട് സുഖമായിട്ട് ജീവിച്ചോളാം. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഓ അച്ഛാ, അമ്മ എവിടെ? അമ്മ അവിടെ കാണും. എന്തോന്ന് പണി നീ കാണിക്കുന്നേ? കുറച്ചു കാലം മുന്നേ വരെ ഞാൻ നിങ്ങൾക്ക് എന്തോന്നായിരുന്നു എല്ലാരും അറിയട്ടെ. അല്ല അച്ഛാ, അച്ഛൻ ഈ ബാങ്കിൽ ജോലി കിട്ടുന്നതിന് മുമ്പേ പോസ്റ്റ്മാൻ ആയിരുന്നാ? മണി, എന്നോട് എന്തൊക്കെയാണെങ്കിലും പറയുമായിരുന്നു പറയും. ചക്കര, പാല്, തേനേന്ന് പറഞ്ഞിട്ട് എല്ലാരും അറിയട്ടെ. എല്ലാരും അറിയണം ഇതൊക്കെ എന്താണെന്നുള്ളത്. പിള്ളേരെ മുന്നിൽ വെച്ചിട്ടാ ഇത്രയും തൊലി വെളുപ്പുള്ള ഇത്ര ഭംഗിയുള്ള ഞാൻ ഈ ഇങ്ങനെ സ്നേഹിച്ചു തുടങ്ങിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണം. വായിച്ചു നോക്ക്. ഞാൻ നോക്കട്ടെ. മക്കളെല്ലാം അറിയണം. നല്ല കത്ത്. എന്തോ ഇങ്ങോട്ട് വായിക്കട്ടെ. രവിയോട് അവരെ തടയരുത്, അവര് വായിക്കട്ടെ. സത്യാവസ്ഥ എല്ലാരും മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മണി, ഭൂമിയും ആകാശവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടയാളമാണ് നമ്മൾ ഇന്നും കണ്ട മഴവില്ല്. എപ്പോ കണ്ടത്? അതുപോലെ എന്റെ ശരീരത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന അടയാളമാണ് എന്റെ മണിമുത്ത്. നീ എത്ര സുന്ദരിയാണ്. നിന്റെ ഹൃദയം കീഴടക്കാൻ എല്ലാ അർത്ഥത്തിലും എനിക്ക് കൊതിയാവുന്നു മണി.
സ്നേഹപൂർവം നിന്റെ രവിയേട്ടൻ. ഞാനൊന്ന് വായിച്ചോക്കട്ടെ. വായിക്കുന്നത് എന്റെ പൊന്നു മണിക്കുട്ടിക്ക് അച്ചോടാ വാവ. ഇവിടുത്തെ ഓരോ കാറ്റിനും മണിക്കുട്ടിയുടെ ഗന്ധമാണ്. ആഹാ, നല്ല ഗന്ധം. എന്റെ ഈ രാത്രി എന്നെ സന്തോഷിപ്പിക്കുന്നത് നിന്നോടുള്ള ഓർമ്മകളല്ലാതെ മറ്റെന്താണ് മണിക്കുട്ടി? നമുക്ക് ഒരേ പുഴയായി ഒഴുകണം. പുഴയായി ഒഴുകണം. നിന്റെ തലയിൽ സിന്ദൂരം തലയിലാണോ സിന്ദൂരം? നെറ്റിയിലല്ലേ അച്ഛാ? ആ, നിന്റെ തലയിൽ സിന്ദൂരം ഞാൻ ഇടാനുള്ള നിമിഷത്തിനായി എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകൾ കൊതിക്കുന്നു മണിക്കുട്ടി. ആകാശത്തിന്റെയും ഭൂമിയുടെയും പ്രണയത്തിന്റെയും അടയാളമായ മഴവില്ല് പോലെ നമുക്ക് നിറങ്ങളിൽ പടരാം. സ്നേഹപൂർവ്വം നിന്റെ രവിയേട്ടൻ. രവി ശാരദ. എന്നിട്ട് രണ്ടില്ലാവും. പിള്ളേർ പോയി എന്നെ നാണം കെടുത്തിട്ടില്ലേ? നാണം കെടുത്തണം. രവിയേട്ടാ സിനിമയിലെ ഡയലോഗ് ഇട്ടിട്ടില്ലേ? എന്ന് നിന്റെ മൊയ്തീൻ. അതിൽ പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ? വാക്കാണ് ഏറ്റവും വലിയ സത്യം. ആ വാക്കാണ് രവിയേട്ടൻ തെറ്റിച്ചിരിക്കുന്നത്. കാലം എല്ലാത്തിനും സാക്ഷിയാണ്. ഒരിക്കലും പൊറുക്കില്ല നിങ്ങളോട് കാലം. ഞാൻ പോവാണ്. ഇനി കോടതിയിൽ വെച്ച് കാണാം. മക്കളെ വാ, അമ്മയുടെ കൂടെ വാ. ഇവളെന്താ പറയണേ? എന്റെ മക്കളെ ഞാൻ കൊണ്ടുപോകും. മക്കള് രണ്ടുപേരും ഇവിടേക്കും, നീ വേണമെങ്കിൽ പോ. മക്കള് അവിടെ നിക്കും, ഞാൻ പൊക്കോളെ അല്ലേ? രവിയേട്ടാ മക്കളെ, അമ്മ ജീവിച്ചിരിക്കുമ്പോഴേ നിങ്ങൾക്ക് വേറെ അമ്മയുടെ ആവശ്യമില്ല. എന്റെ മക്കൾ ഇവിടെ നിൽക്കും, നീ പോ. എന്റെ മക്കളാ? അപ്പൊ നമ്മുടെ മക്കളല്ല, എന്റെയും കൂടെ മക്കളാണ് ഇവര്. വാ, രണ്ടുപേരും ഡ്രസ് ഇറങ്ങും. അതെ, ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ വരാം. പക്ഷെ കൂടെ അച്ഛനും കാണും. നമുക്ക് ജോളിയായിട്ട് പോയി കാണാൻ ചുറ്റിട്ട് വരാം. അല്ലെങ്കിൽ നിനക്ക് നിന്റെ അച്ഛനോടാണല്ലോ പ്രിയം. ഒരു കാര്യം ചെയ്യും, നീ നിന്റെ അച്ഛന്റെ കൂടെ നില്ല്. മക്കളെ പിങ്കി എന്റെ കൂടെ വാ. രവിയായിട്ട് ഒരു മോളെ കാര്യം നോക്ക, ഞാൻ എന്റെ കാര്യം നോക്കി. ഒന്നും വേണ്ട, രണ്ട് മക്കൾ ഇവിടെ നിൽക്കും. രണ്ട് മക്കൾ ഇവിടെ നിൽക്കുന്നു. ആ, മക്കളെ വേണം, അമ്മ വേണ്ട. ഇനി ഞാൻ ഇവിടെ നിന്ന് ഒന്നും സംസാരില്ല. ബാക്കി എല്ലാം കോടതിയിൽ വെച്ച് കാണാം. വാ, വരുന്നുണ്ടോ? നിങ്ങൾ ആരും വരുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. അമ്മ അമ്മ അച്ഛാ, എന്തോന്നച്ചാ ഇവിടെ നടക്കണേ? നിങ്ങൾ വിഷമിക്കാതെ അച്ഛാ. ഇത്രയും നേരം നിങ്ങൾ എപ്പോഴും തമാശ കാണിക്കൂലേ, അതുപോലെയാണ് ഞാൻ എടുത്തത്. ഇതിപ്പോ അങ്ങനെയല്ല കേട്ടല്ല. അച്ഛാ, ഇതാണോ അച്ഛൻ അമ്മയും അച്ഛനെയും കണ്ട് ഞങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത്? ഇതാണോ ഞങ്ങൾ കണ്ട് പഠിക്കേണ്ടേ? ഞാൻ എന്റെ സ്കൂളിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഭയങ്കര അഹങ്കാരമായിട്ട് പറയും, എന്റെ അച്ഛനും അമ്മയും പോലത്തെ അച്ഛനും അമ്മയും വേറെ ആർക്കും ഇല്ല. എന്തോന്ന്? നിങ്ങൾ വിഷമിക്കാതെ. ഇതേ അവൾ എപ്പോഴും കാണിക്കുന്ന പോലെ വെളിയിൽ മാറി നിൽക്കുന്നുണ്ടാവും, അത്രേ ഉള്ളൂ. ഇതൊക്കെ അവളുടെ അഭിനയാണെന്ന്. വാ, നമുക്ക് നോക്കാം. വാ മക്കള്, വാ, ചെല്ലു. ചെരുപ്പ് കാണാനില്ല. അനമ്മ ചെരുപ്പ് ഇവിടെ അല്ലല്ലോ ഇടാറ്, അവിടെ അകത്തല്ലേ? നീ പോകാൻ തീരുമാനിച്ചല്ല. ഞാൻ ഒരു കാര്യം പറയാം. ആ മൈഗ്രീന്റെ ടാബ്ലറ്റും കൂടെ എടുത്തോണ്ട് പോകണം. നീ അവിടെ ചെന്ന് തലവേനയാണ് നടന്ന് വെട്ടി പൊളഞ്ഞ് വിളിക്കരുത്. മോളെ, അച്ഛന്റെ ടേബിളിലെ അമ്മയുടെ തലവേനയുടെ ഗുളിക എടുത്തോണ്ട് നിന്റെ അച്ഛന്റെ പ്രഷറിന്റെ ഗുളികയെ അലമാരയുടെ അകത്ത് ഇരിപ്പുണ്ട്. നീ എടുത്തുകൊടു ഭക്ഷണത്തിന് ശേഷം. അല്ല, ഇതിപ്പോ മാർക്കാണ് വെട്ട്. എനിക്ക് ഇത് കണ്ടോണ്ടിരിക്കുന്ന എനിക്കാണോ അതോ പ്രകടനം കാണിക്കുന്നത് നിങ്ങൾക്കാണോ? വട്ട് നിന്റെ അച്ഛന്. നീ വെറുതെ വട്ട് പറയല്ലേ. രണ്ടുപേരും സമ്മതിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും മുഴുത്ത ഭ്രാന്താകും. മരുന്ന്. അപ്പൊ എന്നെ പറഞ്ഞോളാൻ കൂടി എല്ലാരും കൂടി തീരുമാനിച്ചല്ലേ? ആഹാ, ഇത് നല്ല കൂത്ത്. അമ്മയല്ലേ പെട്ടിയും പാണ്ടൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി നിന്നാ. ഇനി എന്തായാലും പുലിനട വീട്ടിൽ 2 ദിവസം നിന്നിട്ട് വന്നാ. ആഹാ, ഞാൻ എങ്ങോട്ടും പോണില്ല. അങ്ങനെ ഇപ്പൊ ആരും കല്യാണം കഴിക്കണ്ട. ആ താലിമാല ആരും കല്യാണം ഒരിക്കലും കഴുത്തി കെട്ടിണ്ട. മണി, നീ ആ മാല ഇങ്ങോട്ട്. ഏത്? ഈ മാലയാ? ഇത് ഞാൻ തരൂല. മാല പ്രധാനപ്പെട്ട സാധനമാണ്. മാലതാ. എന്നെക്കാളും വലുത് ഈ മാലയാണല്ലേ. ഞാൻ ഇത് സൂക്ഷിച്ചിവിടെ എന്റെ കയ്യിൽ, എന്റെ കസ്റ്റഡിയിൽ തന്നെ ഇടാം. ബാഗ് പിടിച്ച് കേറുന്നുണ്ടെങ്കിൽ മനുഷ്യ കോടതി നീ എന്നെ കേട്ടണ്ട. എനിക്ക് തന്നെ തന്നെ നടന്ന് കയറാൻ അറിയാം.
രവിച്ചേട്ടോ ഷാജി എന്തെങ്കിലും പ്രശ്നമുണ്ട് ഞാൻ പോയിട്ട് പിന്നെ പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ല. അയ്യോ, ബാഗിന്റെ വള്ളി ചെറിയ പ്രശ്നം ശരിയാക്കായിരുന്നു. ഓ പിന്നെ ബാഗിന്റെ വള്ളിയൊക്കെ ശരിയാക്കുന്ന എനിക്ക് അറിഞ്ഞോടെ ചേച്ചി. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇടപെടാൻ ശരിയാണെന്ന് അറിയത്തില്ല. ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ ശബ്ദം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്റെ ഭാര്യ ശീല പറയും രവിചേട്ടനെയും മണിച്ചേച്ചയും കണ്ട് മറ്റുള്ള ജീവിതം പഠിക്കണമെന്ന്. ആ ഒന്നുമില്ല ഷാജി സത്യത്തിൽ നമ്മുടെ അയൽവക്കക്കാരൻ. പക്ഷെ ഇന്ന് വരെ ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത്. എന്റെ സ്വന്തം സഹോദരനെ പോലെ കണ്ടില്ല. ഷാജി എന്നെ പറ, ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിശ്വാസം വേണോ? പിന്നെ ഇവിടെ അതില്ല, അതാ പ്രശ്നം. ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസം വേണമെങ്കിലേ ഭർത്താവിന്റെ പെരുമാറ്റം അതുപോലെ ആയിരിക്കണ്ടേ ഷാജി? അല്ലേ? പിന്നെ എന്തോന്ന് പെരുമാറ്റം ഇവിടെ? ഞാൻ ഈ കാര്യത്തിൽ എന്തു പറയാ ചേട്ടാ, എന്റെ ഭാര്യയെ ഞാൻ വിശ്വസിക്കുന്നു, അവർക്ക് എന്നെയും വിശ്വാസമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇതൊക്കെ ഒരു പരസ്പര വിശ്വാസത്തിലൊക്കെ പോണ്ടേ ചേച്ചി. അങ്കിളെ, അങ്കിളുടെ മക്കളാണ് ഭാഗ്യം ചെയ്തവര്. ഒന്നുമില്ലെങ്കിൽ ആ വീട്ടിൽ ഇച്ചിരി സമാധാനങ്ങളും ഉണ്ടല്ലോ. ഇവിടെ രണ്ടുപേരും കീരിയും പാമ്പിനെ പോലെ എപ്പോഴും അടിയാണ്. നീ വിഷമിക്കണോ? അല്ല ഷാജി എന്താ വന്ന പറഞ്ഞില്ലല്ലോ? എന്റെ ഷീലയുടെ മാല പണയം വെച്ചിരുന്നേ, അത് തിരിച്ചെടുക്കാൻ വേണ്ടി രവിചേട്ടനെ ഏൽപ്പിച്ചിരുന്നു. അതിന്റെ ഇടപാടെല്ലാം രാവിലെ കഴിഞ്ഞു. അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. ഈ മാലയാണോ? ആ ഇത് ചേച്ചി, ഇതല്ലേ ഷീലയുടെ മാല. ഇതപ്പോ ഷാജി അങ്കിളിന്റെ ആയിരുന്നല്ലേ? അതെ മോളെ. താങ്ക്സ് ചേച്ചി. രവിചേട്ടാ ഓക്കെ എന്നാ. അല്ല ഷാജി, ഇതിന്റെ റെസിപ്റ്റും കുറച്ച് പൈസ അങ്ങോട്ട് ബാക്കിയുണ്ട്. അതൊക്കെ പിന്നെ വാങ്ങിക്കും ചേട്ടാ. ഇപ്പൊ ഇതങ്ങോട്ട് നടക്കട്ടെ. വഴക്കേ വഴക്കൊന്നുമില്ല. ശരി ശരി എന്നാ ഓക്കെ. പോണോ? അല്ല പോണില്ലേ? എന്റെ പൊന്ന് രവിയേട്ടാ, ആ മാല ഷാജിയുടേതാണെന്ന് ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്ന? രവിയേട്ടാ, നീ ഇത്ര നേരം അങ്ങനെയല്ലല്ലേ പറഞ്ഞോണ്ടിരുന്നേ? നിന്റെ ടോൺ അങ്ങനെ അല്ലായിരുന്നല്ലോ. നീ എന്തോന്ന് പറഞ്ഞത്? ഞാൻ എന്തോ പറഞ്ഞു? നീ എന്ത് പറഞ്ഞു? പറഞ്ഞില്ല. അമ്മ പറഞ്ഞു അച്ഛന് ഭ്രാന്താണ് വട്ടാണെന്നൊക്കെ എപ്പോഴും പറഞ്ഞു. അല്ലെങ്കിൽ നീ കാരണമാണ് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നടി. എന്റെ മണി, ഈ ദാമ്പത്യ ജീവിതത്തില് പരസ്പരം വിശ്വാസം, അതാണ് പ്രധാനം. ആ വിശ്വാസത്തിൽ ഊന്നിയാണ് മുന്നോട്ട് പോണത്. ചെറിയ നിസാര കാര്യത്തിനെയൊക്കെ ഊതി വീർപ്പിച്ച് വലിയ സംസാരമാക്കി പ്രശ്നമാക്കി എന്തോന്ന് മണി ഇത്? എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഇനി എപ്പോഴാണ് മനസ്സിലാക്കണത് ഇതൊക്കെ? സോറി രവിയേട്ടാ, ക്ഷമിക്കും. എന്തു സോറി? ഭർത്താവിന്റെ സുമ. ആ സുമേ പറ സുമേ. എപ്പോഴും ഇങ്ങനെ വിളിക്കണേ? ആ